രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ പല നേതാക്കൾക്കും വ്യക്തതയേ ഇല്ലെന്ന് നേതൃയോഗത്തിൽ വിമർശനം. രാഹുലിനൊപ്പം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ സഭയിലെത്തിയതിലും വലിയ വിമർശനമുയർന്നു. പ്രതിപക്ഷ നേതാവ് മാത്രം നിലപാട് ആവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക അജണ്ടയെന്ന സംശയം ഉയരുന്നുണ്ടെന്നും വിമർശനമുയർന്നു. എൻ.എം. വിജയന്റെ ആത്മഹത്യയും KPCC നേതൃത്വ യോഗം വിശദമായി ചർച്ച ചെയ്തു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്നത്. അതിലൊന്ന് രാഹുലാണ്, രണ്ട് എൻ.എം. വിജയന്റെ ആത്മഹത്യയും അതിനെ തുടർന്ന് മരുമകൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്ത കാര്യം. ആദ്യം രാഹുലിലേക്ക് വരുമ്പോൾ, രാഹുലിനെ ഇന്ന് സഭയിലെത്തിയത് പ്രതിപക്ഷ നേതാവ് സ്വയം ക്യാപ്റ്റൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കൃത്യമായി തന്നെയുള്ള നിലപാടുകൾ വിരുദ്ധമായിട്ടാണ്. ഈ കാര്യത്തിൽ ഏത് രീതിയിലാണ് ഇന്ന് KPCC നേതൃയോഗം ഈ വിഷയം കൈകാര്യം ചെയ്തത്? തീർച്ചയായും ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒന്നും തന്നെ മാധ്യമങ്ങളോട് മൗനം മാത്രമായിരുന്നു VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മറുപടി എന്നുള്ളത്. ഈ KPCC നേതൃയോഗം അല്പസമയത്തിന് മുൻപാണ് അവസാനിപ്പിച്ചത്. ഇതിൽ പ്രധാനമായും എടുത്ത് പറയേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്ത വിഷയങ്ങളിലൊന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം. ഇതിൽ തന്നെ പറയുന്നത് പാർട്ടിയിലെ അതായത് വിവിധ നേതാക്കൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വ്യക്തത വന്നിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ രാഹുലിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ സഭയിലെത്തിയതും നേതൃയോഗത്തിൽ ചർച്ചയായി. അതിനെതിരെ വിമർശനവും ഉണ്ടായി. അതായത് മുതിർന്ന നേതാക്കളുടെ വാക്കുകൾ കേൾക്കാതെ യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ക്ഷീണമുണ്ടാക്കുന്നു എന്നൊരു വിമർശനം തന്നെയാണ് ഇന്നത്തെ നേതൃയോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്. കൂടാതെ ഈ ഷജീറിന്റെ സാന്നിധ്യം നേതാക്കളുടെ പിന്തുണയോടെ ഉണ്ടായതാണെന്നൊരു സംശയം ജനിപ്പിക്കുകയും ചെയ്യും. അത് അത്തരത്തിലൊരു സംശയം ഉണ്ടായാൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായത്. മാത്രമല്ല, ഈ രാഹുൽ വിഷയത്തിൽ തന്നെ പല നേതാക്കന്മാരുടെയും നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് മുതിർന്ന നേതാക്കളെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ഈ സൈബർ ഇടങ്ങളിൽ ഉണ്ടാവുന്ന ആക്രമണത്തെക്കുറിച്ചും വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഈ നേതൃയോഗത്തിൽ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വയനാട്ടിലെ ആത്മഹത്യകൾ ചർച്ചയിൽ വന്നു. അതിൽ പ്രധാനമായും എൻ.എം. വിജയന്റെ കുടുംബത്തിന് പരമാവധി സഹായം ചെയ്തു എന്നൊരു കാര്യമാണ് നേതൃയോഗത്തിൽ പറഞ്ഞത്. പക്ഷേ വലിയ വിമർശനം തന്നെയാണ് ആ കുടുംബം ഉന്നയിക്കുന്നത് എന്നത് തന്നെയാണ് ശാംബാബു എടുത്തു പറയേണ്ടത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രണ്ട് വിഷയങ്ങളിലും കോൺഗ്രസിന് വ്യക്തമായ ഒരു ധാരണയൊന്നുമില്ല എന്ത് തീരുമാനം എടുക്കണമെന്ന്, അല്ലേ? തീർച്ചയായും ശ്യാംബാബു, അത് തന്നെയാണ് നമുക്ക് ഈ നേതൃയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്നു, അതോടൊപ്പം തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു വിഷയത്തിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടാകുന്നു, പാർട്ടിയിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ KPCC അധ്യക്ഷ യോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ എത്തരത്തിലുള്ള ഒരു നടപടി ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പാർട്ടി ഇതിനെ നേരിടുക എന്നതും എടുത്തു കാണേണ്ടതാണ്. അപ്പോൾ തീർച്ചയായും ഈ മുതിർന്ന നേതാക്കന്മാർ അവർ പറയുന്ന അഭിപ്രായങ്ങളിലേക്കാൾ മുകളിലേക്ക് യൂത്ത് കോൺഗ്രസ് പെരുമാറുന്നു എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. പെർഫെക്റ്റ്. ദിസ്ന സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.